ആലുവ മാർക്കറ്റിൽ നിന്ന് സുധീഷ് ഗോപാൽ കൂടി ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. സുധീഷ്, നമുക്കറിയാം ഇന്ന് വില വർധന ഏറ്റവും ഉച്ചസ്ഥിതിയിൽ നിൽക്കുകയാണ്. കാരണം ജനങ്ങളെല്ലാം ഒരേ രീതിയിൽ പ്രതികരിക്കുന്ന കാര്യം ഇതാണ്. ഈ വില ഇങ്ങനെ വർദ്ധിച്ചു പോവുകയാണെങ്കിൽ ഇനി ഭക്ഷണം കഴിക്കണ്ട എന്നൊക്കെ നമ്മുടെ പ്രേക്ഷകർ പോലും നമ്മുടെ ചാറ്റ് ബോക്സിൽ വന്ന് പ്രതികരിക്കുന്ന ഒരു അവസ്ഥയാണ്. വീട്ടമ്മമാർക്ക് ഇനി ഒരു പണിയും ഇല്ല, കാരണം അവർക്ക് ഭക്ഷണം പാകം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വില ഇത്തരത്തിൽ വർദ്ധിച്ചു പോവുകയാണെങ്കിൽ ഒരു സാധനം പോലും വീട്ടിൽ വാങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഇത്തരത്തിൽ സർക്കാർ യാതൊരു തരത്തിലുള്ള നടപടികളും സ്വീകരിക്കാതെ ഇങ്ങനെ വില വർധന മുന്നോട്ട് പോവുകയാണെങ്കിൽ സാധാരണക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് ദുസ്സഹമായി മാറുന്നൊരു സാഹചര്യമല്ലേ? ദീപ, ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് നിത്യോപയോഗ സാധനങ്ങൾ ഓരോന്നും, അത് അരി അടക്കമുള്ള അത്തരം ഭക്ഷണത്തിനുള്ള സാധനങ്ങളായാലും പച്ചക്കറി ആയാലും മത്സ്യമായാലും ഇറച്ചിയായാലും എല്ലാത്തിനും വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് മിൽമയുടെ പാലിനടക്കം വില വർദ്ധിച്ച ഒരു സാഹചര്യമുണ്ട്. എല്ലാത്തിനും വില കൂടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു കുടുംബത്തിൻ്റെ ബഡ്ജറ്റ് ഒരു തരത്തിലും ഒരു സാധാരണക്കാരന് കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലേക്ക് മാറുന്നു. അതേസമയം തന്നെയാണ് സർക്കാരിന് മറ്റ് വൈദ്യുതി ചാർജ് ആയാലും കുടിവെള്ളമായാലും അതിൻ്റെ എല്ലാം നിരക്കും കൂടുന്നു. അപ്പോൾ മൊത്തത്തിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബം ഒരു മാസം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നേരത്തെ ഉണ്ടായതിൻ്റെ ഏതാണ്ട് 30-40% വർധനമാണ്. അത് പച്ചക്കറിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവയിലെ പച്ചക്കറി മാർക്കറ്റിലാണ്. ഇവിടെ നോക്കിയാൽ സവാള, പച്ചമുളക്, ഇഞ്ചി അടക്കമുള്ള സാധാരണക്കാരെല്ലാം സാധാരണ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കെല്ലാം തന്നെ വില കൂടിയിരിക്കുന്നു. മറ്റു ചില സാധനങ്ങളുടെ എടുക്കുമ്പോൾ നേരത്തെ വേനൽക്കാലത്തതിനേക്കാൾ അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ വർഷത്തെ ഒരു ജൂൺ ജൂലൈ മാസത്തെ വിലയുമായി തട്ടിച്ച് നോക്കുമ്പോൾ അത്തരം പച്ചക്കറി ഇനങ്ങൾക്കും 30% വില വർധനവാണ്. ഇത് വിൽപ്പനയെ ബാധിക്കുന്നത് സാധാരണക്കാരായ വ്യാപാരികളെ ബാധിക്കുന്നു. ചെറുകിട വിൽപ്പനക്കാരെല്ലാം തന്നെ ഈ സാധനം എടുക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുന്നു. വീട്ടുകാർ വാങ്ങുമ്പോൾ 250 ഗ്രാം ഇഞ്ചി വാങ്ങിയിരുന്നവർ 100 ഗ്രാമിലേക്ക് കുറയ്ക്കുന്നു. ആ രീതിയിൽ ഓരോ സാധനങ്ങളുടെയും വില വർധനവ് എല്ലാ മേഖലയും ബാധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ വ്യാപാരി തന്നെ നമ്മളോടുണ്ട്. അദ്ദേഹത്തോടെ തന്നെ ചോദിക്കുക, ഈ വില നിലവാരവും മൊത്തത്തിലുള്ള വിൽപ്പനയുടെ ഒരു താരതമ്യവും ഇപ്പോൾ എത്തരത്തിലാണ് വില വർധനവ് നമ്മളെ ബാധിച്ചിരിക്കുന്നത്? എത്രത്തോളം വില വർധനവാണ് നിലനിൽക്കുന്നത്? അതായത് കഴിഞ്ഞ വർഷത്തേക്കാൾ ചില സാധനങ്ങൾക്ക് ഇരട്ടി വിലയായിട്ടുണ്ട്. ഇപ്പോൾ തക്കാളി ഏകദേശം ഒരു 40-50 കൊടുത്തിരുന്ന തക്കാളി ഇന്ന് 100 രൂപ വരെ എത്തിയിരിക്കുകയാണ് റിട്ടെയിലായിട്ട്. അതേപോലെ തന്നെ ബീൻസ് 150-160, പിന്നെ ഒരു ഐറ്റം ബീൻസ് 100 രൂപ, അങ്ങനെയൊക്കെ പോകുന്നത്. ക്യാരറ്റിനാണെങ്കിലും 60 രൂപ 70 രൂപ വരും. ഇഞ്ചിക്ക് 200 രൂപ വരെയുണ്ട്. പച്ചമുളകും 100-ന് മേൽപ്പയാണ്. 120 വരെ പച്ചമുളകിനും വിലയുണ്ട്. അപ്പോൾ 5-6 ഐറ്റവുമാണ് ഇത്രയും വില ജാസ്തിയായിട്ട് നിൽക്കുന്നത്. പിന്നെ ഈ കത്തിരിക്ക, വഴുതനങ്ങയൊക്കെ 20 രൂപയ്ക്കൊക്കെ കിട്ടിയിരുന്ന സാധനമാണ്. അതും 50 രൂപ 60 രൂപയൊക്കെ വിലയായിട്ടുണ്ട്. എല്ലാ തലത്തിലും നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടി വില എന്ന് വേണമെങ്കിൽ എല്ലാ ഐറ്റത്തിനും തന്നെ പറയാം. അത് ജനങ്ങൾക്ക് അതുകൊണ്ട് തീരെ ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഒരു 100 രൂപ 200 രൂപയ്ക്കൊക്കെ കിട്ടിയിരുന്ന സാധനങ്ങൾ ഏകദേശം അത്രയും തന്നെ ഐറ്റംസ് വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ 400 രൂപ 500 രൂപ വരെ ആവുന്നുണ്ട്. അതുകൊണ്ട് സാധാരണക്കാർ തീർച്ചയായിട്ടും ഇപ്പോൾ വളരെയേറെ ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത്. നമ്മുടെ പച്ചക്കറി പോലെ തന്നെ പലചരക്ക് സാധനങ്ങളും തീരെ വില വർദ്ധിച്ചിരിക്കുകയാണ്. എല്ലാ തലത്തും നോക്കുമ്പോൾ ഇന്നും ജനങ്ങൾക്ക് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വില പോകുന്നത്. കച്ചവടത്തെ ബാധിക്കുന്നുണ്ട്. കച്ചവടത്തെ തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. കാരണം ഇത്രയും വില കൊടുത്ത് ബീൻസൊക്കെ ഇപ്പോൾ റീറ്റെയിൽ കിട്ടണമെങ്കിൽ 160 രൂപ വില വരും. അത്രയൊന്നും ആരും വാങ്ങില്ല ബീൻസ്. അതുപോലെ തന്നെ ചിങ്ങയ്ക്ക് ഒരു അല്പം കുറവുണ്ട്, അത് വാങ്ങും. അപ്പോൾ അതുപോലെ വലിയ വിലയുള്ള സാധനങ്ങളൊന്നും ആരും വാങ്ങുന്നില്ല. പിന്നെ അത്യാവശ്യക്കാരുണ്ട്, ഓരോ ആവശ്യങ്ങൾ നടക്കുന്നവർ, കല്യാണം അല്ലെങ്കിൽ അങ്ങനെയുള്ള അടിയന്തര ആവശ്യങ്ങൾ നടക്കുന്നവർ മാത്രമേ അത്രയും വില കൂടിയ ഐറ്റംസും. ചെറുകിട കച്ചവടക്കാർ നമ്മളിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇത്രയും വില കൊടുത്ത് വാങ്ങാൻ ആരും താല്പര്യപ്പെടുന്നില്ല. അവരുടെയും ബുദ്ധിമുട്ട് സാധാരണക്കാരനൊന്നും പണിയില്ലാത്ത അവസ്ഥകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരത് വാങ്ങാനായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുന്നുണ്ട്. പിന്നെ നിത്യം ജീവിച്ചു പോകാൻ വേണ്ടിയുള്ള ഒരു അല്പം വില കൊടുത്താണെങ്കിലും കൂടിയാണെങ്കിലും മേടിച്ചു പോകുന്നു എന്ന് മാത്രം. ഈ പച്ചക്കറി കിറ്റായിട്ട് കൊടുക്കുന്ന അത്തരം ഇതിനും ഇപ്പം വില വർദ്ധിച്ച് കാണും. മൊത്തത്തിൽ ഈ വില വർധനവനുസരിച്ച് കിറ്റ് സാമ്പാർ കഷ്ണം 100 രൂപയ്ക്കൊക്കെ ഞങ്ങൾ കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൊടുക്കാൻ പറ്റില്ല. 3-4 കൂട്ടം ഐറ്റംസ് ഇടുമ്പോഴേക്കും ഈ 100 രൂപയ്ക്ക് മേലെ വരും. അതുകൊണ്ട് സാമ്പാറിൻ്റെ പരിപാടി കിറ്റ് ആയിട്ട് ഇപ്പോൾ കൊടുക്കുന്നില്ല.
പച്ചക്കറി മാറ്റി മത്സ്യം വാങ്ങാം, ഇല്ലെങ്കിൽ ഇറച്ചി വാങ്ങാമെന്ന് വെച്ചാൽ അതിനും വില വർധന. മത്സ്യവും മാംസവും ഈയിടെ വില കൂടി. 370 രൂപ കിട്ടിയിരുന്ന മാംസം ഇപ്പോൾ 400 രൂപയാണ്. മീൻ ചാളയ്ക്ക് വരെ 340 രൂപ വില വരെ ഉണ്ട്. അതാണ് സാധാരണക്കാർ ഉപയോഗിച്ചിരുന്നത്. ഒരു അല്പം താല്പര്യത്തോടുകൂടി വാങ്ങിയിരുന്ന മീനാണ് ഈ ചാള. അതിന് വരെ ഇത്രയും വില കയറിയിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റു മീനുകൾക്കൊക്കെ വളരെയധികം വർദ്ധിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ തീരെ ഇതിൽ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണല്ലോ, ബോട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മീന് ഒത്തിരി വില വർധന ഉണ്ടായിട്ടുണ്ട്. പണ്ടൊക്കെ ഈ ഹോർട്ടികോർപ്പ് പോലത്തെ സർക്കാർ സംവിധാനത്തിൽ പച്ചക്കറി എത്തിക്കുന്ന സംവിധാനം ഇപ്പം അതും പൂർണ്ണമായി നിലച്ചില്ല. ഇപ്പോൾ എങ്ങും തന്നെ ഇല്ല. സർക്കാരിൻ്റെതായ യാതൊരു പരിപാടികളും ഇവിടെ ഇല്ല. ഇപ്പോൾ കടകളിൽ തന്നെ വരണം. ഇപ്പോൾ ഈ വില വർദ്ധിക്കാനുള്ള എന്തെങ്കിലും മറ്റ് സാഹചര്യങ്ങളുണ്ടോ? സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്ന ചൂട് നമുക്ക് കേരളത്തിലുണ്ടായതുപോലെ തന്നെ തമിഴ്നാട്ടിലും വളരെ അതികഠിനമായ ചൂടായിരുന്നു. അപ്പോൾ ഈ ചെടികൾ പിടിച്ചു കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. അവർക്ക് ഉദ്ദേശിച്ച വിള കിട്ടില്ല. അങ്ങനെ വിള കുറവ് വരുമ്പോഴാണ് ഇത്രയും വില കയറി വരുന്നത്. പിന്നെ മഴ തുടങ്ങിയിട്ടാണെങ്കിൽ മഴയും അതും ഇപ്പോൾ ബാധിച്ചിട്ടുണ്ട്. ചില സാധനങ്ങൾ നനഞ്ഞ് ചീഞ്ഞൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതും ഒത്തിരി ബുദ്ധിമുട്ടിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടനിലക്കാരുടെ ഒരു ചൂഷണവും നിലനിൽക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് മറ്റും എത്തിക്കുന്നതിൽ. ഇല്ല, ഇടനിലക്കാർക്ക് ചൂഷണമൊന്നും അങ്ങനെ പറയാനില്ല. കാരണം സൂക്ഷിച്ചൊന്നും വയ്ക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ചിലപ്പോൾ വല്ല കിഴങ്ങോ സവാളയോ മാത്രം പിടിച്ചു വയ്ക്കാൻ പറ്റുള്ളൂ. കിഴങ്ങിനും ഇപ്പോൾ വില കൂടി നിൽക്കുകയാണ്. 50 രൂപയിലെ റീറ്റെയിലുണ്ട്. സവാള 45-നൊക്കെ ചില്ലറ വിൽക്കുന്നുണ്ട്. ഉള്ളിക്കാണെങ്കിൽ 70-80 രൂപ വില വരെ ഉണ്ട്. ഇപ്പോൾ ഒട്ടുമിക്ക സാധനങ്ങൾക്കും വില വർദ്ധിച്ചിരിക്കുന്നത്. നിസ്സാര സാധനങ്ങൾ മാത്രമേ വില കുറവിനായിട്ട് കിട്ടുന്നുള്ളൂ. ഈ പീച്ചിങ്ങയ്ക്ക് വരെ ഇപ്പോൾ 90 രൂപ കൊടുക്കണം. 30 രൂപ 40 രൂപ ഉണ്ടായിരുന്ന സാധനമാണ് അത് 90 രൂപ. പാവയ്ക്ക 20-30 കിട്ടിയിരുന്ന പാവയ്ക്കാണ് ഇപ്പോൾ ഈ 70-80 ആയി നിൽക്കുന്നത്. പച്ചവെള്ളം കുടിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനായാലും നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം വില വർദ്ധിക്കുന്നു. അതിൽ പച്ചക്കറി ഐറ്റം ഓരോന്നിനും താരതമ്യേന ഇപ്പോൾ വില കൂടിയതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷമായി തട്ടിച്ച് നോക്കുമ്പോൾ മറ്റിനങ്ങൾക്ക് പോലും കഴിഞ്ഞ വർഷത്തേക്കാൾ 30-40% വില വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഒരു തരത്തിലുള്ള സർക്കാർ ഇടപെടലും ഉണ്ടാകുന്നില്ല. പണ്ടൊക്കെ ഹോർട്ടികോർപ്പ് പോലുള്ള സംവിധാനത്തിൽ പച്ചക്കറി എത്തിച്ച് നൽകുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അത് ന്യായ വിലയ്ക്ക് നൽകാൻ പറ്റുന്ന ഒരിത് നാട്ടിലെ കർഷകരിൽ നിന്നും ഇത്തരം പച്ചക്കറി ശേഖരിച്ച് വിൽക്കുന്ന ഒരു സംവിധാനം ഇതൊന്നും തന്നെ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല. സർക്കാർ നിഷ്ക്രിയമാവുന്നത് കൂടിയാണ് ഈ വിലവർധനവ് ജനങ്ങളെ ഇത്രത്തോളം ബാധിക്കാൻ കാരണമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് തന്നെയാണെങ്കിൽ എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അത് ചെറുകിട വിൽപ്പനക്കാർ പച്ചക്കറി വാങ്ങുന്നതിൻ്റെ അളവ് കുറച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വീട്ടുകാർ പച്ചക്കറി വാങ്ങുന്നതിൻ്റെ അളവ് ഗണ്യമായി തന്നെ കുറയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു മേഖല മൊത്തത്തിൽ തന്നെ ഒരു തരത്തിലുള്ള സർക്കാർ ഇടപെടലും ഇല്ലാതെ ഏതാണോ സാധാരണ ഉണ്ടാകുന്ന സാഹചര്യം അതേ നിലയ്ക്ക് തന്നെ പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നതും. ദേവിക, അതുതന്നെയാണ്. ജനം ടിവിയുടെ പ്രേക്ഷകർ കൂടി പ്രതികരണങ്ങളിലേക്ക് കടക്കുകയാണ്. ജനം എരിവുള്ള പച്ചമുളക് കടിച്ച പോലെ ഓടുകയാണ് വില വർധനവിൽ എന്ന് പറഞ്ഞിരിക്കുകയാണ് അജിത് ഭാസ്കർ എന്നൊരു പ്രേക്ഷകൻ. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ബാബുറാം പറഞ്ഞിരിക്കുന്നത് സപ്ലൈകോയിൽ എവിടെയാണ് സാധനങ്ങൾ? ശക്തമായ സമരങ്ങൾ വേണം, പഞ്ചസാര ഇല്ലാത്ത ഒരു വർഷമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ പ്രതിപക്ഷമില്ലേ എന്ന് ചോദിച്ചിരിക്കുന്നു TN രാജേന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ. ഇത്തരത്തിൽ ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് രേഖപ്പെടുത്തുന്നത് വില വർധനവിൽ. ഇനിയും ഇത്തരം വില മുന്നോട്ട് പോവുകയാണെങ്കിൽ ജനജീവിതം ദുസ്സഹമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ടിൻഡു ദാസും സുധീഷ് ഗോപാലുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.